കേരളത്തിന് കിട്ടിയ പുതിയ ഭീകരവാദിയുടെ പേര് കേട്ടില്ലേ? എം അക്ബർ. ആരാണിത്? എം അക്ബറിന്റെ മുഖം അബൂബക്കർ അൽ ബഗ്ദാദിയുടെയോ ഉസാമ ബിൻ ലാദന്റെയോ മുഖങ്ങളുമായി വെച്ചുമാറാവുന്ന ഒന്നായി നമ്മുടെ പൊതുബോധത്തിന് മാറിയത് എങ്ങനെയാണ്? അക്ബർ സാഹിബിനെ അറിയാത്ത ആരാണ് ഇവിടെയുള്ളത്? അദ്ദേഹം സുന്നിയാണോ മുജാഹിദാണോ എന്നതല്ല നമ്മുടെ പ്രശ്നം. അദ്ദേഹം കേരളത്തിൽ മാപ്പിളമാർക്കിടയിൽ പരപ്പനങ്ങാടിക്കാരനായി മുസ്ലിം സമുദായത്തിന്റെ നടുവിൽ ജനിച്ചു വളർന്ന ഒരു വ്യക്തിയാണ്. അദ്ദേഹം ജീവിച്ചത് ഇവിടെയുള്ള പൊതുമണ്ഡലത്തിലാണ്, പ്രസംഗിച്ചത് പരസ്യമായാണ്. അദ്ദേഹത്തിന്റെ എഴുത്തുകൾ, അദ്ദേഹത്തിന്റെ പുസ്തകങ്ങൾ ഇവിടെ തീർച്ചയായും അനേകം പ്രസിദ്ധീകരിക്കപ്പെട്ടിട്ടുണ്ട്. ആ പ്രഭാഷണങ്ങൾ ഇന്റർനെറ്റിലുണ്ട്, യൂട്യൂബിലുണ്ട്. ഏത് ഭീകര പ്രസ്ഥാനത്തിന്റെ പ്രവർത്തകനാണ് അദ്ദേഹം? ഏത് ഭീകര പ്രസ്ഥാനത്തെയാണ് അദ്ദേഹം പിന്തുണച്ചത്? ഏത് ഭീകര പ്രവർത്തനത്തിനാണ് അദ്ദേഹം പ്രചോദനം നൽകിയത്? ഇല്ല എന്ന് മാത്രമല്ല, കേരളത്തിലെ മുസ്ലിം സമുദായത്തിൽ തീവ്രവാദത്തിന്റെ ചെറിയ അനുരണനങ്ങൾ ഉണ്ടായപ്പോൾ പോലും അതിനെതിരെ ശക്തമായി പ്രതികരിക്കുവാൻ മുന്നിൽ നിന്ന ഈ തീവ്ര ഭീകര ചിന്തകളുടെയെല്ലാം ഏറ്റവും പ്രഖ്യാതനായ വിമർശകരിലൊരാൾ. അത് നമ്മൾ ഇന്ന് വിചാരിക്കുന്ന രൂപത്തിൽ ഇസ്ലാമിക് സ്റ്റേറ്റിനെ പോലെ ആളുകളെ ഇങ്ങനെ നിരത്തി നിർത്തി അവരുടെ കഴുത്തു കുറിച്ച് അതിന്റെ വീഡിയോ റെക്കോർഡ് ചെയ്ത് അത് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്ത് അങ്ങനെയാണ് സ്വർഗത്തിലേക്ക് പോകേണ്ടത് എന്ന് വിചാരിക്കുന്ന മഹാമാനസിക രോഗികൾ അന്ന് ലോകത്ത് പ്രത്യക്ഷപ്പെട്ടിട്ടില്ല. അർദ്ധരാത്രി മെഴുകുതിരി വെട്ടത്തിൽ നടക്കുന്ന തീ ചിതറുന്ന വാക്കുകൾ, ആ വാക്കുകളിൽ നിന്ന് ഊർജ്ജം ഉൾക്കൊണ്ടുകൊണ്ട് കേരളത്തിലെ മുസ്ലിം ചെറുപ്പം കരാട്ടെ പഠിക്കണമെന്നും ആ കരാട്ടയുടെ ഊക്കിൽ ഫാഷിസത്തെ മുട്ടുകുത്തിക്കുവാൻ കഴിയുമെന്നും ബാബരി ധ്വംസനാനന്തര കാലഘട്ടത്തിൽ എവിടെയുള്ള ചില ആളുകൾ ചിന്തിച്ച സമയത്ത് അതിനെതിരെ പോലും അതിശക്തമായി എഴുന്നേറ്റ് നിന്ന് മുസ്ലിം യുവതയെ ബോധവൽക്കരിച്ച ഒരാൾ, അയാൾക്ക് നമ്മൾ ഭീകരവാദിയുടെ ടാഗ് കെട്ടിക്കൊടുക്കുന്നു. അയാളുടെ വീട്ടുപടിക്കൽ നമ്മൾ ഭീകരവാദിയുടെ നെയിം ബോർഡ് വെച്ചു കൊടുക്കുന്നു. അദ്ദേഹത്തെ വേട്ടയാടാൻ മാധ്യമങ്ങളും പോലീസും മത്സരിക്കുന്നു. ഇന്നലെയും മിനിഞ്ഞാന്നും നമ്മൾ കേട്ട വാർത്തകൾ, നമ്മൾ പത്രത്തിൽ വായിച്ച വാർത്തകൾ ഒരു അവസരപ്പകൽ നോവൽ വായിക്കുന്നത് പോലെയാണ് അതിലെ വരികൾ. കോഴിക്കോട്ട് പീസ് എഡ്യൂക്കേഷണൽ ഫൗണ്ടേഷന്റെ ഓഫീസ് റെയ്ഡ് ചെയ്തു പോലും കേരള പോലീസ്. അത് പറയുന്നതിൽ തീർച്ചയായും നമുക്ക് സങ്കടമുണ്ട്. NIA അല്ല, കേരള പോലീസ്. അവർ കോഴിക്കോട്ട് പീസ് എഡ്യൂക്കേഷണൽ ഫൗണ്ടേഷന്റെ ഓഫീസ് റെയ്ഡ് ചെയ്തു എന്നാണ് വാർത്ത. എന്താണ് റെയ്ഡ് എന്ന് പറഞ്ഞാൽ? നിയമത്തെക്കുറിച്ച് അറിവുള്ളവർക്കറിയാം ഒരു റെയ്ഡ് എങ്ങനെയാണ് സംഭവിക്കുക എന്ന്. അത് കൃത്യമായ ഉത്തരവുകളുടെ അടിസ്ഥാനത്തിൽ വാറന്റുമായി വന്ന് ഓഫീസിന്റെ പൂർണ്ണമായ നിയന്ത്രണം ഏറ്റെടുത്ത് പോലീസുകാർ നടത്തുന്ന തിരച്ചിലാണ് റെയ്ഡ്. അതിൻ്റെതായ ഒരു സ്വഭാവമുണ്ട്. അങ്ങനെ ഒരു സംഭവം ഈ ദിവസങ്ങളിൽ കോഴിക്കോട്ട് പീസ് എഡ്യൂക്കേഷണൽ ഫൗണ്ടേഷന്റെ ഓഫീസിൽ ഉണ്ടായിട്ടേയില്ല. അവിടെ പോലീസുകാർ ഒരു അപേക്ഷ നൽകിയിരുന്നു, ഞങ്ങൾക്ക് ചില രേഖകളുടെ പകർപ്പുകൾ വേണം. ആ രേഖകളുടെ പകർപ്പുകൾ അവിടെ വന്നപ്പോൾ അവിടെയുള്ള ജീവനക്കാർ അവർക്ക് എടുത്തു കൊടുത്തു. ഇതിനെയാണ് റെയ്ഡ് എന്ന് പറഞ്ഞത്. ഇതിനെയാണ് റെയ്ഡ് എന്ന് പറഞ്ഞ് നമ്മുടെ മാധ്യമങ്ങൾ ആഘോഷിച്ചത്. ഏത് മാധ്യമങ്ങൾ? അത് ജന്മഭൂമിയോ ജനം ടിവിയോ ആയിരുന്നെങ്കിൽ നമുക്ക് സഹിക്കാമായിരുന്നു. അത് മാതൃഭൂമിയാകുമ്പോൾ, അത് ഏഷ്യാനെറ്റ് ന്യൂസ് ആകുമ്പോൾ, അത് കൈരളിയാകുമ്പോൾ നമ്മുടെ മതനിരപേക്ഷതയും ഫാഷിസവും എവിടെ വെച്ചാണ് ഇത്ര വലിയ ചങ്ങാതിമാരായത് എന്ന് നമുക്ക് ചോദിക്കേണ്ടി വരികയാണ്. ആ ചോദ്യത്തെ നമ്മൾ ഇനി മൂടി വെച്ചിട്ട് കാര്യമില്ല. ഇവിടെ നമ്മൾ പരിശോധിക്കുക, എന്നിട്ട് ആ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്ത രീതി നമ്മൾ നോക്കുക. രേഖകൾ പിടിച്ചെടുത്തു എന്നാണ്. എന്തിന്റെ രേഖകൾ പിടിച്ചെടുത്തു? ട്രസ്റ്റിന്റെ ഡീഡ് പിടിച്ചെടുത്തു. ഇത് ഏത് ട്രസ്റ്റിന്റെ ഓഫീസിൽ പോയാലും കിട്ടാത്തത്? ഇത് ബോംബ് കിട്ടി എന്ന് പറയുന്നത് പോലെ, കത്തി കിട്ടി എന്ന് പറയുന്നത് പോലെ, AK-47 കിട്ടി എന്ന് പറയുന്നത് പോലെ, മതവിദ്വേഷം പ്രചരിപ്പിക്കുന്ന ലഘുലേഖകൾ കിട്ടി എന്ന് പറയുന്നത് പോലെ ട്രസ്റ്റിന്റെ ഡീഡ് പിടിച്ചെടുത്തു എന്ന് പത്രത്തിന് വാർത്ത കൊടുക്കുന്ന ആളുകൾ. പിന്നെ എന്താണ് കിട്ടിയത്? പീസിന്റെ ട്രേഡ് മാർക്ക് കിട്ടി. നല്ല രേഖയാണ്. പീസ് എന്നത് എങ്ങനെ ഇംഗ്ലീഷിൽ മനോഹരമായി എഴുതണമെന്ന് അതിന്റെ ട്രേഡ് മാർക്ക് പ്രകാരം അവർ തീരുമാനിച്ചു വെച്ചതിന്റെ രേഖ കിട്ടി. നല്ല രേഖയാണ്. പീസ് എഡ്യൂക്കേഷണൽ ഫൗണ്ടേഷനും എറണാകുളത്തെ പീസ് ഇന്റർനാഷണൽ സ്കൂളും തമ്മിൽ ഉള്ള ധാരണാപത്രം, മെമ്മോറാണ്ടം ഓഫ് അണ്ടർസ്റ്റാൻഡിംഗ്, അതും കിട്ടി. എല്ലാം ഭീകരവാദത്തിന്റെ തെളിവാണ്, എല്ലാം തീവ്രവാദത്തിന്റെ തെളിവാണ്. ഇത് ഏത് ഓഫീസിൽ പോയാലും കിട്ടും. ഒരു പത്രം വായിച്ചിട്ട് സത്യത്തിൽ എനിക്ക് ചിരിക്കണോ കരയണോ എന്ന് അറിഞ്ഞൂടാ. കാരണം മിനുട്സ് പിടിച്ചെടുക്കുന്നത്. മിനുട്സിൽ എവിടെയെങ്കിലും ഭീകരാക്രമണം സംഘടിപ്പിക്കാൻ തീരുമാനിച്ചു എന്നുണ്ടായി, ആ പേജ് ഉണ്ടായിരുന്നു, ആ പേജ് പിടിച്ചെടുത്തു എന്ന് പറയണമെങ്കിൽ ഒരു രസമുണ്ട്. മിനുട്സ് ബുക്ക് പിടിച്ചെടുത്തു. ഇത് എവിടെ നിന്നാ കിട്ടാത്തത്? ഏത് ഓഫീസിൽ നിന്നാ കിട്ടാത്തത്? ഇവിടെ മുസ്ലിം ലീഗിന്റെ ഓഫീസിൽ പോയ മിനുട്സ് ബുക്ക് കിട്ടൂലേ? ഇവിടെ CPM-ന്റെ ഓഫീസിൽ പോയ മിനുട്സ് ബുക്ക് കിട്ടൂലേ? അത് എന്തോ അതിഭീകരമായ സംഭവം നടന്നതുപോലെ മിനുട്സ് ബുക്ക് പിടിച്ചെടുത്തിരിക്കുന്നു എന്ന് പത്രത്തിൽ വെണ്ടക്ക നിരത്താൻ മലയാളത്തിൽ ആളുണ്ടാകുന്നു. ഫാഷിസ്റ്റ് പക്ഷത്തല്ല, മതനിരപേക്ഷം എന്ന് പറയപ്പെടുന്ന പക്ഷത്ത്. അവിടെയാണ് പ്രശ്നം. എന്നിട്ട് എം അക്ബർ ഒളിവിലാണ്. ഇത് അതിഭീകരമായ ഒരു കഥ നമുക്ക് മുന്നിൽ രൂപപ്പെടുകയാണ്. എം അക്ബർ എന്ന് പറയുന്ന ആൾ ഒളിവിലാണ്. ആര്? കഴിഞ്ഞ ആഴ്ച 4 ദിവസം മുമ്പ് ദുബായിൽ നിന്ന് പ്രോഗ്രാം ലൈവായി സ്വന്തം ഫേസ്ബുക്കിൽ ഒഫീഷ്യലായി ടെലികാസ്റ്റ് ചെയ്ത ആൾ, അയാൾ ഒളിവിലാണ് പോലും.
അയാൾ ഒളിവിലാണ്. നമ്മുടെ മനസ്സിൽ ഇത് എന്ത് തരം ചിത്രമാണ് നിർമ്മിക്കുന്നത്? തോറോ ബോറോ കുന്നുകളിൽ ഉസാമ ബിൻ ലാദനെ പോലെ ഒരു ഗുഹയിൽ ആയുധങ്ങളുമായി അടയിരിക്കുന്ന ഒരു മനുഷ്യന്റെ ചിത്രത്തിലേക്ക് അദ്ദേഹത്തെ വരച്ചു വെക്കാനുള്ള ശ്രമം അല്ലാതെ എന്ത്? ഇവിടെ നിങ്ങൾ പരിശോധിക്കുക, ഒളിവിലാണ് പോലും. അദ്ദേഹം ഖത്തറിലാണ്. അദ്ദേഹത്തെ കുറിച്ച് അറിയുന്നവർ ചിരിച്ച് മണ്ണ് കപ്പും. അദ്ദേഹം ഖത്തറിൽ പോകാന്ന് പറഞ്ഞാൽ, അദ്ദേഹം UAE പോകാന്ന് പറഞ്ഞാൽ, സൗദിയിൽ പോകാന്ന് പറഞ്ഞാൽ അതൊരു വാർത്തയാണോ? എം അക്ബറിനെ അറിയുന്ന ആരാണ് അതൊരു വാർത്താ മൂല്യമുള്ള ഒരു പ്രസ്താവനയായി വിശ്വസിക്കുക? അദ്ദേഹം നിരന്തരമായി വിദേശത്ത് പോകുന്നയാൾ. കഴിഞ്ഞ 1 വർഷത്തോളമായി ഖത്തറിൽ NRI വിസ പ്രകാരം ബഹുഭൂരിപക്ഷം സമയവും അവിടെ തന്നെ ചെലവഴിക്കുന്ന ആൾ. ഇവിടെ ഉണ്ടായ പുകിലുകളല്ല അതിനുശേഷം ഉണ്ടായതാണ്. ഇവിടെ ഈ വസ്തുതകളെ മറച്ചുവെച്ച് പുതിയൊരു വ്യാകരണവും പുതിയൊരു ഭാഷയും ഇവിടെ നിർമ്മിക്കുന്നു. ആ വ്യാകരണവും ഭാഷയും പ്രകാരം എം അക്ബറിന്റെ മുഖം ഇപ്പോ പോലീസ് തെരഞ്ഞുകൊണ്ടിരിക്കുന്ന, എന്നാൽ പോലീസുകാർക്ക് പിടികൊടുക്കാതെ വളരെ സമർത്ഥമായി ഒളിജീവിതം നയിക്കുന്ന ഗൾഫിലേക്ക് കടന്നു എന്നാണ്. ഗൾഫിലേക്ക് പോകല്ല, ഗൾഫിലേക്ക് കടന്നു എന്നാണ് നമ്മുടെ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തത്. കടന്നു എന്ന് പറഞ്ഞാൽ ഒരാള് സോഷ്യൽ മീഡിയയിൽ അദ്ദേഹം തമാശയായി എഴുതിയത് കേരളത്തിൽ നിന്ന് 10,000-ഓളം യുവാക്കൾ ഗൾഫിലേക്ക് കടന്നു ഒളിജീവിതത്തിൽ നിന്ന്. കാരണം ഇവിടുന്ന് ജോലിക്ക് വേണ്ടി പോയ 10,000-കണക്കിന് യുവാക്കൾ അവിടെ ഉണ്ട്. അവരവിടെ നിയമാനുസൃതം രേഖകളും പാസ്പോർട്ടും എല്ലാം ആയിട്ട് ജീവിക്കുന്നതാണ്. അത് അവരവിടെയാണ് എന്ന് അവിടുത്തെ ഗവൺമെന്റിനും അറിയാം, ഇവിടുത്തെ ഗവൺമെന്റിനും അറിയാം. എന്നിട്ട് ഒളിവ് ജീവിതം നയിക്കുന്ന ഒരു ഭീകരൻ, പോലീസ് തെരഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കൊടും കുറ്റവാളി, ഈ മുഖം അദ്ദേഹത്തിന് നിർമ്മിച്ചു കൊടുത്തിരിക്കുന്നു നമ്മുടെ മാധ്യമങ്ങൾക്ക്. ഈ കഥയൊന്നും വെറുതെ കിട്ടിയതല്ല. പോലീസ് മീഡിയനെ വിളിച്ചുകൊണ്ടിട്ട് അവിടെ റെയ്ഡ് നടത്തിയിട്ടില്ലല്ലോ. അവർ വളരെ സ്വകാര്യമായ ഒരു കത്ത് തന്നിട്ട് രേഖകളുടെ പകർപ്പ് ആവശ്യപ്പെട്ടപ്പോൾ അത് എടുത്തു കൊടുത്തു എന്നുള്ളത് മാത്രമാണ് അവിടെ സംഭവിച്ചത്. എങ്ങനെ ഇത് പത്രങ്ങൾക്ക് കിട്ടി? പോലീസുകാർ കൊടുത്തു. നടക്കാത്ത റെയ്ഡിനെ കുറിച്ച് അവർ റെയ്ഡ് എന്ന് പറഞ്ഞു. റെയ്ഡിൽ പിടിക്കപ്പെട്ട രേഖകളെ കുറിച്ച് അവർ ഇത്തരത്തിലുള്ള ഭാവനകൾ ഉണ്ടാക്കി. ആ ഭാവനകളിൽ പത്രക്കാർ പൊടിപ്പും തൊങ്ങലും ചേർത്തു. അവരെന്നെ പറഞ്ഞു കൊടുത്തു എം അക്ബർ ഒളിവിലാണെന്ന്. അത് അതേപോലെ നമ്മുടെ മാധ്യമങ്ങൾ പകർത്തി എഴുതി. ഇതാണ് സംഭവം. ഈ സംഭവം നമ്മുടെ പൊതുബോധത്തിൽ, അത് നമ്മൾക്കിവിടെ ഒരു ഇതേപോലെയുള്ള ഒരു രാഷ്ട്രീയ പൊതുയോഗത്തിൽ ഇതിനെതിരെ പ്രസംഗിക്കുവാൻ കഴിയും. പക്ഷേ മീഡിയ ഉണ്ടാക്കുന്ന ഇമ്പാക്ട് എന്ന് പറഞ്ഞാൽ ഇത്തരം പൊതുയോഗങ്ങൾ കൊണ്ട് നമുക്ക് തകർക്കാൻ കഴിയുന്ന ഒന്നല്ല. ഇത് 10,000-കണക്കിന് ആളുകൾ വായിച്ചു കഴിഞ്ഞു, ലക്ഷക്കണക്കിന് മലയാളികൾ വായിച്ചു കഴിഞ്ഞു. അവരുടെ മനസ്സിൽ എം അക്ബർ എന്ന് പറയുമ്പോൾ പോലീസുകാർ തെരഞ്ഞു കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു കൊടും കുറ്റവാളിയുടെ മുഖം മനസ്സുകളിൽ കൊത്തിവെക്കപ്പെട്ട് കഴിഞ്ഞു. അത് മാത്രമേ ഫാഷിസ്റ്റ് ഉദ്ദേശിച്ചിട്ടുള്ളൂ. ഇസ്ലാമുമായി ഇവിടെയുള്ള പൊതുസമൂഹത്തിന് മുന്നിൽ ഇനി ഒരാൾക്ക് എഴുന്നേറ്റ് നിൽക്കാൻ കഴിയരുത്. അങ്ങനെ എം അക്ബർ എന്ന് പറയുന്ന 10 ആണ്ടുകൾ കേരളത്തിൽ ഇസ്ലാമിക പ്രബോധനം നിർവഹിച്ച ഒരു മനുഷ്യന്റെ മുഖം ആ രീതിയിലാക്കി മാറ്റിയാൽ അദ്ദേഹത്തിന്റെ ഇസ്ലാമിക പ്രബോധന സാധ്യതകൾ അതോടുകൂടി അസ്തമിക്കും എന്ന് ഫാഷിസം കണക്കുകൂട്ടുന്നു. ഇനി ആരും ആ പണിക്ക് നിൽക്കൂല. കാരണം ആ പണിയെടുക്കുന്നവരുടെ മുഴുവൻ വിധി ഇത് തന്നെയായിരിക്കുമെന്ന ദുസ്സൂചന അതിലടങ്ങിയിരിക്കുന്നു. ഇതാണ് ഫാഷിസത്തിന്റെ കണക്കുകൂട്ടൽ. ആ ഫാഷിസത്തോട് നിങ്ങളുടെ ഇത്തരത്തിലുള്ള കുൽസിതമായ അജണ്ടകൾ ഈ നാട്ടിൽ നടപ്പിലാക്കാൻ സമ്മതിക്കില്ല ഞങ്ങൾ എന്ന് പറയാനുള്ള ആർജവമാണ് യഥാർത്ഥത്തിൽ ഇവിടെയുള്ള മതനിരപേക്ഷ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ കാണിക്കേണ്ടത്. ഭയങ്കര സങ്കടത്തോടു കൂടിയാണ് കൈരളിയിലെ വാർത്ത വായിച്ചത്. കൈരളിയിൽ ലോകത്ത് ആർക്കും കിട്ടാത്ത തരം വിവരങ്ങളാണ് കൈരളി പങ്കുവച്ചിരിക്കുന്നത്. വളരെ സങ്കടത്തോടു കൂടിയല്ലാതെ നമുക്കിത് പറയാൻ കഴിയില്ല. കൈരളി അവരുടെ വെബ്സൈറ്റിൽ ഇപ്പോഴും നമുക്ക് ആ വാർത്ത വായിക്കാൻ കഴിയും. അവരെ പറഞ്ഞത് ഡോക്ടർ സാക്കിർ നായിക് നടത്തുന്ന കോഴിക്കോട്ടെ പീസ് ഇന്റർനാഷണൽ സ്കൂളിൽ റെയ്ഡ് എന്നാണ്. കോഴിക്കോട്ടെ ഒരു സ്കൂൾ നടത്തുന്ന വിവരം സാക്കിറിനെ ഏതായാലും അറിഞ്ഞൂടാ. കോഴിക്കോട്ട് നല്ല കേരളത്തിൽ എവിടെയും സാക്കിർ സ്കൂൾ നടത്തുന്നില്ല. സാക്കിർ നായിക്കിന് പോലെ അറിയാത്ത വിവരം സാക്കിർ നായിക്കിനെ കുറിച്ച് ആൾക്കാർക്ക് പറഞ്ഞു കൊടുക്കുകയാണ്. സാക്കിർ കോഴിക്കോട്ട് സ്കൂൾ നടത്തുന്നു. കോഴിക്കോട്ട് സ്കൂൾ നടത്തുന്നവർക്ക് അത് സാക്കിറിന്റേതാണെന്നുള്ള വിവരമില്ല. ഇത് നമ്മൾ ശരിക്ക് ഗൗരവത്തോടു കൂടി ആലോചിക്കേണ്ടതാണ്. എന്തിനാണ് ഇത് സാക്കിർ നടത്തുന്ന സ്കൂളാന്ന് പറഞ്ഞത്? സാക്കിർ നടത്തുന്നതുകൊണ്ട് എന്നെ കുഴപ്പമുണ്ടായിട്ടല്ല ഇത് പറയുന്നത്. സാക്കിറിന് ഇപ്പോൾ ഒരു മുഖമുണ്ട്. ഇവിടെ ആദ്യം തന്നെ നിർമ്മിക്കപ്പെട്ട ഒരു മുഖം. ആ മുഖത്തിലേക്ക് ചേർത്തു വെച്ചു തന്നെ വേണം പീസ് സ്കൂളിനെ, കോഴിക്കോട്ടെ ഈ വിദ്യാഭ്യാസ സംരംഭത്തെ നമ്മുടെ ആളുകൾ മനസ്സിലാക്കാൻ എന്ന് പിടിവാശിയുള്ള ആളുകൾ വളരെ സമർത്ഥമായി പത്രങ്ങളിലും ചാനലുകളിലുമെല്ലാം ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്ന വാക്കുകളുടെ അപകടത്തെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്. ഇവിടെ നിന്നാണ് നമ്മൾ തീർച്ചയായും പ്രതിരോധത്തെ കുറിച്ച് ആലോചിക്കേണ്ടത്. ആ പ്രതിരോധം ഏറ്റെടുക്കാൻ കേരളത്തിലെ മുസ്ലിം രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് ആർജവമുണ്ട് എന്ന് തെളിയിച്ചുകൊണ്ട് തന്നെയാണ് ഇന്ന് കോഴിക്കോട്ടെ മഹാസമ്മേളനം നടന്നുകൊണ്ടിരിക്കുന്നത് എന്ന സന്തോഷത്തോടുകൂടി നമുക്ക് പറയാൻ കഴിയും. ഇതൊരു പുതിയ വിഷയമല്ല എന്നാണ് ഒന്നാമതായി നമ്മളെല്ലാവരും മനസ്സിലാക്കേണ്ടത്. ഭരണകൂട ഭീകരത ഇന്ത്യയിലോ കേരളത്തിലോ മുസ്ലിങ്ങൾക്ക് നേരെ പത്തി വിടർത്തുന്നത് ഇതാദ്യമായിട്ടല്ല.